ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സംടൈം സിംപ്ലി കുക്കിംഗ്. ഇന്ന് കണ്ണൂർ സ്പെഷ്യൽ വറുത്തരച്ച സാമ്പാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പല നാട്ടിൽ പല രീതിയിലാണ് ഉണ്ടാക്കാറ്. എന്തായാലും നിങ്ങൾ ഈ രീതി ഒന്ന് കണ്ടു നോക്കൂ. വിറകടുപ്പിൽ നമ്മൾ എന്തുണ്ടാക്കിയാലും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അല്ലേ. അപ്പം ഞാനിവിടെ വിറകടുപ്പിലാണ് ഇന്ന് സാമ്പാർ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ആ ചട്ടിയിലോട്ട് ഞാൻ 1/2 ഗ്ലാസ് പരിപ്പ് കഴുകി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. പൊടികളൊക്കെ നമുക്ക് പിന്നീട് കുറച്ചധികം ചേർത്ത് കൊടുക്കാം. പിന്നെ ഉപ്പും അല്പം വെളിച്ചെണ്ണയും. നമ്മൾ പരിപ്പിൽ ഇതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുമ്പോൾ പരിപ്പിനൊരു നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും, പിന്നെ നല്ലൊരു കൊഴുപ്പും ഉണ്ടാവും. അപ്പോൾ പരിപ്പ് അവിടെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ സമയം തന്നെ നമുക്ക് പച്ചക്കറിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. നമ്മുടെ കയ്യിൽ എന്തൊക്കെയാണോ പച്ചക്കറികളുള്ളത് സാമ്പാറിൽ ചേർക്കാൻ പറ്റിയത് അതൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പം ഞാൻ പച്ചക്കറിയൊക്കെ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ചേർത്തേക്കുന്നത് ഉരുളക്കിഴങ്ങ്, വെള്ളരിക്ക, സവാള, ക്യാരറ്റ്, പച്ചക്കായ, ഒരു കഷ്ണം ചേമ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം കോവയ്ക്കയും ചേർത്തിട്ടുണ്ട്. മുരിങ്ങാക്കോൽ എൻ്റെ അടുത്ത് ഉണ്ടായില്ല, അതുകൊണ്ട് മുരിങ്ങാക്കോൽ ചേർത്തിട്ടില്ല. പിന്നെ ഒരു 2 പോർഷനായിട്ടാണ് ഞാൻ പച്ചക്കറി ചേർത്ത് കൊടുക്കുന്നത്. ആദ്യത്തെ പോർഷനാണിത്. രണ്ടാമത്തെ പോർഷനിൽ തക്കാളിയും വെണ്ടയ്ക്കയും. അപ്പോൾ തക്കാളിയും വെണ്ടയ്ക്കയും നമുക്ക് ആദ്യത്തെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ പരിപ്പൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഒരു പകുതി വേവൊക്കെ ആയാൽ മതിയാവും, കാരണം നമ്മൾ അടുത്ത പച്ചക്കറി ഇട്ടിട്ട് വീണ്ടും വേവിക്കുന്നുണ്ടല്ലോ. അപ്പം പരിപ്പിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച അരിഞ്ഞു വെച്ച പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാം. ബീട്രൂട്ടൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ബീട്രൂട്ട് കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ട പൊടികൾ കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് അടച്ച് വെക്കാം. അടച്ചിട്ട് തീയൊക്കെ നല്ലതുപോലെ ഒന്ന് കത്തിച്ചിട്ടൊന്ന് അതിനൊന്ന് വെന്ത് വരണം. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. ഞാനിവിടെ 1/2 മുറി തേങ്ങയാണ് എടുത്തേക്കുന്നത്. കൂടെ തന്നെ ഒരു 5-6 വെളുത്തുള്ളിയും 5-6 ചെറിയുള്ളിയും എടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റിയെടുക്കാം. പിന്നെ ഒരു പിഞ്ച് ജീരകവും ഒരു നുള്ള് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായ പുളി ഇതുപോലെ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കാം. പിന്നെ നമ്മളിന്ന് സാമ്പാറിൻ്റെ കൂടെ കോവക്ക മെഴുക്ക് വരട്ടിയാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഈ പണികളൊക്കെ ചെയ്യുന്നതിനിടയിൽ ഞാൻ കോവയ്ക്ക് കൂടെ അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പച്ചക്കറി കഷ്ണമൊക്കെ ഒന്ന് വെന്തോ നോക്കാം. അപ്പോൾ നമ്മുടെ പച്ചക്കറി കഷ്ണമൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് അല്പം ഉലുവ ചേർത്ത് കൊടുക്കുക. നമ്മളിതുപോലെ പച്ചക്കറി വേവുമ്പോൾ ഉലുവ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ പച്ചക്കറികൾക്കൊക്കെ നല്ലൊരു ഉലുവയുടെ മണം ഉണ്ടാവും. പിന്നെ ഞാനിവിടെ പച്ചമുളകിന് പകരം കാന്താരി മുളകാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇതുപോലെ കാന്താരി മുളക് മുറിക്കാതെ അപ്പടെ തന്നെയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. കുട്ടികൾക്ക് ഇതുപോലെ മുറിച്ചിട്ടൊക്കെ കറിയിൽ എരിവ് കൂടിക്കഴിഞ്ഞാൽ ഇവിടെ അത്ര കാര്യമില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പം നമുക്കൊന്ന് തേങ്ങ വറുത്തെടുക്കാം. ആദ്യം വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കാതെ നമുക്ക് ആദ്യം തേങ്ങ മാത്രം ഒന്ന് വറുത്തെടുക്കാം. ശേഷം നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. ഫസ്റ്റ് ടൈമിൽ നമ്മൾ തേങ്ങ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്, വെളിച്ചെണ്ണ ചേർക്കുന്നില്ല. ഈ ടൈമിലാണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ നമുക്ക് 2-3 അല്ലി കറിവേപ്പിലയും ഒക്കെ ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഇതുപോലെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് നോക്കിക്കേ, നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പം നമ്മുടെ സാമ്പാറിനൊക്കെ നല്ല കളറാവണമെങ്കിൽ കരിഞ്ഞു പോവാതെ തന്നെ ഇത് വറുത്തെടുക്കണം. നമ്മൾ വറുത്തെടുത്ത് വെച്ചത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചിട്ട് മാറ്റി വെക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ട്രിപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ചേർത്തിരിക്കുന്നത് വെണ്ടയ്ക്കയും വഴുതനങ്ങയും പിന്നെ തക്കാളിയുമാണ്, അധികം വേവില്ലാത്ത കഷ്ണങ്ങൾ. അപ്പോൾ അതും ചേർത്തിട്ട് നമുക്ക് പുളി കൂടെ ചേർത്ത് കൊടുക്കാം. വാളംപുളി നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടല്ലോ, അതുകൂടെ പിഴിഞ്ഞ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് വേണമെങ്കിൽ വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ ഒന്ന് ജസ്റ്റ് എണ്ണയിലൊന്ന് വഴറ്റിയെടുത്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തതിന് ശേഷം നമുക്ക് നേരത്തെ അരച്ച് വെച്ച അരപ്പ് കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ആ മിക്സിയുടെ ജാറിൽ തന്നെ അല്പം ചെറു ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ കഴുകി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മളിനി ഇതിലോട്ട് പച്ചവെള്ളം ചേർക്കാനേ പാടില്ല. നമുക്ക് ഗ്രേവിയുടെ തിക്നെസ് അനുസരിച്ച് ചെറു ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ അല്പം കറിവേപ്പില, വീണ്ടും അല്പം കായം കൂടെ ചേർത്ത് കൊടുക്കാം. കായൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. എനിക്കിവിടെ കായ
കായ ഇച്ചിരി ഇഷ്ടമായതുകൊണ്ടാണ് അതുകൂടെ ചേർത്ത് കൊടുക്കുന്നത്. ശേഷം നല്ലതുപോലെ തിളപ്പിക്കുക. ഇതിലേക്ക് നമുക്ക് അല്പം മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില നിങ്ങളുടെ അടുത്ത് നാടൻ മല്ലിയില ഇല്ലയിൽ നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന മല്ലിയില ചേർത്ത് കൊടുക്കാം. ഈ ഫ്ലേവറൊക്കെ ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ഇതിലേക്ക് നമുക്ക് താളിപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. കടുകും വറ്റൽമുളകും കറിവേപ്പിലയും പിന്നെ അല്പം സാമ്പാർ പൊടിയുമാണ് ഞാനിതിലോട്ട് ചേർക്കുന്നത്. സാമ്പാർ പൊടി ഞാനിപ്പോൾ മാത്രമാണ് ചേർത്തേക്കുന്നത്. ഇത്ര സമയം സാമ്പാർ പൊടി ചേർത്തിട്ടുണ്ടായില്ല. തിളപ്പിക്കുമ്പോൾ ഒന്നും സാമ്പാർ പൊടി ചേർത്തിട്ടുണ്ടായില്ല. നമ്മൾ താളിക്കുമ്പോൾ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പം നമ്മുടെ വറുത്തരച്ച സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയായ ചാറൊക്കെ നല്ല കുറുകിയ വറുത്തരച്ച സാമ്പാർ. അപ്പം നിങ്ങൾക്ക് ഈ സാമ്പാറിൻ്റെ റെസിപ്പി എന്തായാലും ഇഷ്ടപ്പെടും. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും വറുത്തരച്ച സാമ്പാറൊക്കെ ഉണ്ടാക്കിയതല്ലേ, അപ്പം വാഴയിലയിൽ ചോറുണ്ണാന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ വാഴയിലൊക്കെ വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ പപ്പടം കൂടെ കാച്ചി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ വിഭവങ്ങൾ ഉച്ചയൂണിനുള്ളത് വറുത്തരച്ച സാമ്പാറും കൂടെ തന്നെ പപ്പടവും കോക്ക മെഴുക്കുവരട്ടിയും പിന്നെ ചെമ്മീൻ റോസ്റ്റുമാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിന് മീനൊന്നും ആവശ്യമില്ല കേട്ടോ. നമ്മുടെ വറുത്തരച്ച സാമ്പാർ മാത്രം മതി. നല്ല ചാറൊക്കെ നല്ല കുറുകിയ വറുത്തരച്ച സാമ്പാർ മാത്രം മതി കേട്ടോ. ഇന്നത്തെ ഈ വറുത്തരച്ച സാമ്പാറിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരിക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും വേണം. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ കമൻറ്റ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങളിങ്ങനെയാണോ സാമ്പാർ ഉണ്ടാക്കാറ് വറുത്തരച്ചിട്ട്? അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ അറിയിക്കാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.